So good evening everybody. എല്ലാവർക്കും SS ഫിസിക്സ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സാംസൺ SS. ഓഗസ്റ്റ് 5-ാം തീയതി ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ കീം എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുകയാണ്. അതിനുവേണ്ടി SS ഫിസിക്സ് ക്ലാസ്സസിന്റെ കോൺട്രിബ്യൂഷൻ, കീം റിവിഷൻ. ടുഡേ 5th session. We are with a very important chapter, heat and thermodynamics, including kinetic theory of gases. കഴിഞ്ഞ 4 ക്ലാസ്സുകളിലായി നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് തുടങ്ങി പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ വരെയുള്ള എല്ലാ ചാപ്റ്ററുകളിലൂടെയും നമുക്ക് പോകാനുള്ള സാഹചര്യം നമുക്ക് കിട്ടി. നമുക്ക് കഴിഞ്ഞ ദിവസം 4-ാം ദിവസം നമ്മൾ കണ്ട പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളെ നമുക്ക് ആദ്യം ഒന്ന് റിവൈസ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ 5th ഡേയിലേക്ക് കടക്കാം. സോ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സും അതോടൊപ്പം ഫ്ലൂയിഡ്സും ആണ് ഡിസ്കസ് ചെയ്തത്. അതില് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ് നമ്മൾ ആദ്യം ഡീൽ ചെയ്തത്. സോ അതിന്റെ പ്രോപ്പർട്ടീസ് ഓർത്തിരിക്കുക. ഏറ്റവും പ്രാധാന്യം ആ ഗ്രാഫിന്റെ സ്ട്രക്ചർ തന്നെയാണ്. അതിലെ ഇലാസ്റ്റിക് റീജിയണിന്റെയും അതോടൊപ്പം പ്ലാസ്റ്റിക് റീജിയണിന്റെയും പ്രത്യേകത അറിഞ്ഞിരിക്കുക. ബ്രേക്കിംഗ് സ്ട്രെസ്, കീപ് ഇൻ മൈൻഡ്, ഇറ്റ് ഈസ് independent of the dimensions. It is purely depends upon the material. That is very important. But the case is entirely different with the breaking tension. Eng's modulus, lengthwise ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത്. സോ അവിടുത്തെ ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വളരെ കൃത്യതയോടെ ഓർക്കുക. That Eng's modulus y is equal to stress by strain, and we can write it to be as F division by A, denominator delta L by L. That is a very important. ലിക്വിഡ്സിനും ഗ്യാസസിനും പോസിബിൾ അല്ലാത്തതാണ് Eng's modulus എന്നുള്ള കാര്യം ഓർക്കുക. ലിക്വിഡ് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗ്യാസ് ബേസ് ചെയ്തിട്ട് വരുന്ന ബൾക്ക് മോഡുലസിനെ കുറിച്ച് ചിന്തിക്കുക. അവിടെ the force have to act normally, and hence we said in place of that stress, the pressure, that division by the change in volume by original volume. വളരെ പ്രധാനപ്പെട്ട കേസാണ്. സാധാരണ രൂപത്തിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു കാര്യം, say a bubble that is inside water at a depth h. So there you have to substitute for pressure as h rho g. വളരെ പ്രധാനപ്പെട്ട കേസാണ്. ഇനി നിങ്ങൾ കോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഗ്യാസസുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട ഇലാസ്റ്റിസിറ്റികളെ കുറിച്ചാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. ഐസോതെർമൽ ഇലാസ്റ്റിസിറ്റി ആൻഡ് അഡിയാബാറ്റിക് ഇലാസ്റ്റിസിറ്റി. അവിടെ എപ്പോഴും ഓർമ്മയിൽ നിൽക്കേണ്ടത്, എന്താണോ പ്രഷർ അപ്ലൈ ചെയ്യപ്പെടുന്നത് ഫോർ ദ സിസ്റ്റം, ദാറ്റ് ഈസ് സെഡ് ടു ബി ദി ഐസോതെർമൽ ഇലാസ്റ്റിസിറ്റി. ആൻഡ് അഡിയാബാറ്റിക് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഗാമ ടൈംസ് ആയിട്ട് മാറും, മറക്കരുത്. അപ്പോൾ ഗാമ ടൈംസ്, അപ്പോൾ അഡിയാബാറ്റിക് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഗാമ ടൈംസ് ഐസോതെർമൽ ഇലാസ്റ്റിസിറ്റി. എപ്പോഴും ഓർക്കണം, ഐസോതെർമൽ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് പ്രഷർ അപ്ലൈഡ് ആയിരിക്കും. റിജിഡിറ്റി മോഡുലസ്, ദെൻ ഡെൻസിറ്റി ആൻഡ് പ്രഷർ, മിക്സിംഗ് ഓഫ് ലിക്വിഡ്സ് വരുമ്പോഴുള്ള കേസ് മറന്നു പോകരുത്. പ്രഷർ എച്ച് റോ ജി ഫോർമുല, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. പാസ്കൽസ് ലോ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അവിടെ നമ്മുടെ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ കേസ് മറന്നു പോകരുത്. പ്രഷർ ഈസ് എ കോൺസ്റ്റന്റ്, whatever may be the case. In a liquid, if you just give a pressure at every point, it is uniformly equally transmitted to every point in the liquid. That is very important one. ഇനി നമ്മുടെ അത്രസ്റ്റ് ഇൻ ലിക്വിഡ്, ബയോൺസി. ആൻഡ് കീപ് ഇൻ മൈൻഡ്, അതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഫ്ലോട്ടേഷൻ ആണ്, ഫ്ലോട്ടിംഗ് കണ്ടീഷൻ ആണ്. ഇറ്റ് മേ ബി ഫുള്ളി സബ്മർജ്ഡ് ഓർ പാർഷ്യലി സബ്മർജ്ഡ്. കീപ് ഇൻ മൈൻഡ്, ഒറ്റ കണ്ടീഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും ഓർത്തിരിക്കുക. ഓർക്കുന്നുണ്ടോ? കീപ് ഇൻ മൈൻഡ്, വാട്ട് ഈസ് എ കണ്ടീഷൻ ദേ? The weight should be balanced by the upthrust.
നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ബയോൺസി എന്ന് പറയുന്ന, അത്രസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഫോഴ്സിന്റെ ഫോർമുലയാണ്. എപ്പോഴും സബ്മർജ്ഡ് ആയിട്ടുള്ള വോളിയം ഓഫ് ദ ബോഡി എന്താണോ, ദാറ്റ് മച്ച് ഇൻടു that density of the liquid under consideration into G, and that is what is called the upthrust. That is very important. And then comes the terminal velocity. മറന്നു പോകരുത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സാധാരണ ഒരു ലാർജ് ഹൈറ്റിൽ നിന്ന് ഒരു ബോൾ അല്ലെങ്കിൽ എ ഡ്രോപ്പ് വാട്ടർ അണ്ടർ മോഷൻ 3 ഫോഴ്സസ് അതിൽ ആക്ട് ചെയ്യും. ദ വെയിറ്റ്, ദ അപ്ത്രസ്റ്റ് ആൻഡ് ദ മീഡിയം ഓഫർ ചെയ്യുന്ന വിസ്കസ് ഫോഴ്സ്. ഒരു കുറച്ചധികം സമയം കഴിയുമ്പോൾ the net force act on it becomes 0, and then it attains a constant velocity. ആ ഫോർമുല മറന്നു പോകരുതേ. That is equal to 2/9 into, that is very important one, rho minus sigma r square g division by it. That is a very, very important relation. അവിടെ ഓർക്കണം, റോ എന്ന് പറയുന്നത് ആ ഡ്രോപ്പിന്റെ അല്ലെങ്കിൽ ഏത് ബോഡിയാണോ കമ്മിങ് ഡൗൺവേർഡ്സ് അതിന്റെ ഡെൻസിറ്റി ആണ്. സിഗ്മ എന്ന് പറയുന്നത് ആ മീഡിയത്തിന്റെ, എയർ ആണെങ്കിൽ അങ്ങനെ, ലിക്വിഡ് ആണെങ്കിൽ അങ്ങനെ. ആർ എന്ന് പറയുന്നത് റേഡിയസ്, ആ സ്പെറിക്കൽ ഓബ്ജക്റ്റിന്റെ റേഡിയസ് ആണ്. ഈറ്റ ആ മീഡിയത്തിന്റെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി മറന്നു പോകരുത്. ദർ ഇസ് എ കമ്പാരിസൺ വിത്ത് അവർ ഇലക്ട്രിക് കറന്റ്. ദ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം, ലൈക്ക് ദാറ്റ് the amount of water flowing per unit time, that is given as that area into velocity. In a non-uniform cross section, you have to say area into velocity is a constant. വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു പർട്ടിക്കുലർ ഹൈറ്റിലുള്ള ട്യൂബ് ഫ്ലോയുമായി ബന്ധപ്പെട്ട് ബെർണോളിസ് തിയറം, the total energy is a constant. The pressure contribution plus the kinetic contribution plus that gravitational contribution as a rho gh is equal to a constant. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്. അത് ബേസ് ചെയ്ത് പലപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കോയലാസ് ഓഫ് ഡ്രോപ്സ്, n ഡ്രോപ്സ് ആർ ദേ, അത് ഒരുമിച്ച് ചേർന്ന് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഒരു ബിഗർ ഡ്രോപ്പ് ആയിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഓർക്കണേ, the energy released is nothing but equal to the change in surface area into the surface tension. And keep in mind that n small drops, if we just take the total surface area, it is greater than the bigger one, and hence we can say the energy is released. That is a very important one. അതിനു പകരം നേരെ തിരിച്ചു വരുമ്പോൾ ഒരു bigger drop, it becomes a smaller one. Energy is absorbed in the system. That is a very important concept. And the excess pressure means, keep in mind, the change in pressure that is equal to the pressure inside minus the pressure outside is equal to, അതൊരു ഡ്രോപ്പ് ആണെങ്കിൽ നമുക്ക് 2T/R എന്ന് കൊടുക്കാം. ഒരു ബബിൾ ആണെങ്കിൽ keep in mind as 40/R. Capillary rise, അത് രണ്ട് തരത്തിലുള്ള ലിക്വിഡുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഒന്ന്, നമ്മൾ വെറ്റ് ചെയ്യപ്പെടുന്ന ലിക്വിഡ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് കോൺടാക്ട് എന്ന് പറയുന്നത് അക്യൂട്ട് ആണെങ്കിൽ അവിടെ കാപ്പിലറി റൈസ് എന്നുള്ള ഒരു ഓപ്ഷനും, അതിനു പകരം ഇഫ് ഒബ്റ്റ്യൂസ് ആണ്, മെർക്കുറി മാതിരിയുള്ള ലിക്വിഡ് ആണ് വരുന്നതെങ്കിൽ അവിടെ കാപ്പിലറി ഡിപ്രഷൻ ആണ് സംഭവിക്കുക. And keep in mind the very important concept as H is equal to 2T cos theta division by R rho G. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. സോ നമ്മള് ഫിഫ്ത്ത് ഡേയിലെ പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ഇൻക്ലൂഡിങ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അപ്പം ഈ ചാപ്റ്ററിൽ നമ്മൾ ഒരു അനാലിസിസ് നമ്മൾ നടത്തുകയാണെങ്കിൽ മെമ്മറിയിൽ വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. ലുക്ക്, 2020 are with 5 questions, 4 questions, 3 questions. So we can minimum we can wait 4 to 5 questions for 2021. അതൊരു ബിഗർ ആയിട്ടുള്ള കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്, എസ്പെഷ്യലി നമ്മൾ ഈ പറയുന്ന സെക്കൻഡ് വോളിയത്തിൽ. അപ്പോൾ പലപ്പോഴും നമ്മുടെ സ്കൂളുകളിലൊക്കെ അവസാനത്തെ ചാപ്റ്ററുകൾ ആയതുകൊണ്ടും നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയായി മാറുന്നത് കൊണ്ടും പലപ്പോഴും ഇതിന്റെയൊക്കെ കണ്ടന്റ് 100% കൃത്യതയോടെ പഠിക്കുവാനുള്ള സാധ്യത പല കുട്ടികൾക്കും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടെ ഏറ്റവും റാങ്ക് തീരുമാനിക്കുന്ന ടോപ്പിക്കുകളിൽ ഏറ്റവും പ്രമുഖതയുള്ളതാണ് ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് വോളിയവും സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് വോളിയവും.
ഈ രണ്ട് ഗ്രൂപ്പ് ഓഫ് ചാപ്റ്റേഴ്സ് ആയിരിക്കും റാങ്ക് തീരുമാനിക്കാൻ. നോട്ട് ദ സ്കോർ, റാങ്ക്. ഈ ചാപ്റ്ററുകളിൽ ആർക്കാണോ പ്രാവീണ്യം കൂടുതലായിട്ടുള്ളത്, എക്സ്പീരിയൻസ് കൂടുതലായിട്ടുള്ളത്, തിയറി ഗുഡ് ആയിട്ടുള്ള കുട്ടികള്, അവർക്ക് റാങ്ക് മുന്നിലെത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. കാരണം യെസ്, കോമ്പറ്റീഷൻ എടുക്കുന്ന സമയത്ത് അവസാനത്തെ ചാപ്റ്ററുകളിലെ കൃത്യതയാർന്ന ഇടപെടലുകൾ വിദ്യാർത്ഥികളുടെ ഭാഗങ്ങളിൽ നിന്നുണ്ടാകാറില്ല. ദാറ്റ് ഈസ് ദ സ്റ്റഡി. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ എഴുതി വെക്കേണ്ട പോയിന്റുകൾ നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ട 12 ആസ്പെക്ട്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് പറയാം. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കീം എൻട്രൻസിനെ കൂടുതൽ ചോദിച്ചിട്ടുള്ള കോൺസെപ്റ്റ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുകളിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ലുക്ക് ദ വെരി ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ്. ആദ്യത്തെ ഭാഗം നമ്മുടെ ഹീറ്റ് എന്ന് പറയുന്ന തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട 5 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്യുക. ദ ഫസ്റ്റ് വൺ, ദി എക്സ്പാൻഷൻ ഓഫ് ലിക്വിഡ്സ്. എക്സ്പാൻഷൻ ബേസ് ചെയ്തിട്ട് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ലൈക്ക് ദാറ്റ്. ആൻഡ് ദ calorimetry, ദ മിക്സിംഗ് ഓഫ് ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ് ഇരിക്കുന്ന മെറ്റീരിയൽസ് മിക്സ് ചെയ്യുമ്പോൾ റിസൾട്ടന്റ് ടെമ്പറേച്ചറിന് എന്തുണ്ടാകുമെന്നുള്ളതിനെ ബേസ് ചെയ്യുന്ന calorimetry. The based on the very important concept as heat gained is equal to heat lost. ഇത് ബേസ് ചെയ്യുന്ന കോൺസെപ്റ്റുകളുള്ള പ്രോബ്ലം ആയിരിക്കും അവിടെ വരിക. 3 തരത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ കേസസ് നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരുന്നു. അതില് കണ്ടക്ഷൻ വളരെ പ്രധാനപ്പെട്ട കേസാണ്, മറന്നു പോകരുത്. then convection and radiation. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യനുകൾ നമ്മൾ ഈ ഒരു ഭാഗത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്. ഒരു 12 ഇയേഴ്സ് നമ്മളൊന്ന് ബാക്കിലേക്ക് പോയാൽ അതിൽ ഒരു 8 വർഷവും ചോദിച്ചിട്ടുള്ള ഒരൊറ്റ കോൺസെപ്റ്റ് ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. അത് നമുക്ക് റാങ്ക് നമ്പർ 1 കൊടുക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്, മറന്നു പോകരുത്, വളരെ സീരിയസ് ആണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 2 ആസ്പെക്ട്സുകളാണ് സ്റ്റീഫൻസ് ലോ ആൻഡ് വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. വി ക്യാൻ ഡിസ്കസ് ഇൻ ദ കമ്മിങ് സ്ലൈഡ്സ്. ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ്. ദ തെർമോഡൈനാമിക് പ്രോസസ്സസ് ഐസോബാറിക് ആണോ, ഐസോതെർമൽ ആണോ, അഡിയാബാറ്റിക് ആണോ, ഐസോകോറിക് ആണോ എന്നുള്ളത് അതിന്റെ പ്രത്യേകതകൾ, അതിലെ എസ്പെഷ്യലി വർക്ക് ഡൺ ഇൻ ഇക്വേഷൻസ് വളരെ പ്രധാനപ്പെട്ട കേസസ് ആയിട്ട് ഡീൽ ചെയ്യേണ്ടി വരും. റാങ്ക് നമ്പർ 2 കൊടുക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കാർനോട്ട് എഞ്ചിൻ, എസ്പെഷ്യലി ദ എഫിഷ്യൻസി ആൻഡ് ദ റിവേഴ്സ് പ്രോസസ്, ദ റെഫ്രിജറേറ്റർ. യു ഹാവ് ടു ഡീൽ, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ദ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഫ്രം റെഫ്രിജറേറ്റർ. അടുത്ത 4 കൺസെപ്റ്റ്സുകൾ എന്ന് പറയുന്നത് ഫ്രം കൈനറ്റിക് തിയറി. ദ കണ്ടന്റ് ഈസ് വെരി ലോ, ബട്ട് you can wait minimum 1 or 2 questions from that area. So അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് അത് ഡീൽ ചെയ്യാൻ വേണ്ടി ഓർക്കുക. അതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ക്വസ്റ്റ്യൻസിൽ വന്നിരിക്കുന്നത് നമ്മുടെ റൂട്ട് മീൻ സ്ക്വയർ, യെസ്, ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ദ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് ഗാമ, ദ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ, ദ എനർജി പെർ മോളിക്യൂൾ ആൻഡ് ദ മീൻ ഫ്രീ പാത്ത്. സോ വൺ ബൈ ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാം. സോ ഡിയർ വൺ, ആദ്യമായിട്ടാണ് സാംസൺ SS എന്ന ഈ ചാനലിൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നല്ല ഫ്രണ്ട്സിന് ഈ ചാനല് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാൻഡമിക്കിന്റെ സമയത്ത് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ, ഇറ്റ് ഈസ് സോ വാല്യുബിൾ ടു എവരിബഡി. ഈ കീം എൻട്രൻസ് പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇത് ഉപകാരപ്രദമാണ്. സോ പ്ലീസ് ഷെയർ ദിസ് ചാനൽ ടു എവരിബഡി. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്, നിങ്ങളുടെ ചോയ്സ് ആണ്, വളരെ കൃത്യതയോടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എക്സ്പാൻഷൻ ബേസ് ചെയ്തിട്ടാണ് അത് വരുമ്പോൾ നമ്മുടെ ലെങ്ത്, ഏരിയ, വോളിയം, 3 റിലേഷൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അതിൽ ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, നമ്മുടെ ഇക്വേഷൻസ് എല്ലാം തന്നെ സെൽഷ്യസ് സ്കെയിലിനെ ബേസ് ചെയ്തിട്ടാണ്, നോട്ട് ഓൺ ദ കെൽവിൻ സ്കെയിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. അത് കെൽവിൻ സ്കെയിൽ ആപ്ലിക്കബിൾ അല്ല. കാരണം 0 ഡിഗ്രി സെൽഷ്യസിന് അവന് ലെങ്ത് ഉണ്ട് എന്നുള്ളത് ബേസ് ചെയ്തിട്ട്, ഡെൻസിറ്റി ഉണ്ട്, വോളിയം ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമുക്ക് വാലിഡ് ആയിട്ട് വരുന്നത്. അവിടെ തന്നെ നമ്മൾ ഓർമ്മയിരിക്കണം, ദാറ്റ് L, the variation of the length L is equal to L0 into 1 plus alpha, the change in temperature delta theta.
വളരെ പ്രധാനമാണ്. അപ്പൊ അത് റോഡ് ടൈപ്പ് ആയിട്ടുള്ള മെറ്റീരിയൽ. അതിന് പകരമായിട്ട് നമുക്കൊരു പ്ലെയിൻ ലാമിനെ ബേസ് ചെയ്ത് വന്നാൽ അവന്റെ ലെങ്തിനും ബ്രെഡ്ത്തിനും ഒരുമിച്ച് എക്സ്പാൻഷൻ സംഭവിക്കുകയാണ്. കൂടുതൽ ടെമ്പറേച്ചർ വരുമ്പോൾ അവിടെ വരുന്ന കൺസെപ്റ്റ് ആണ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ. ദ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ, അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം ഏരിയൽ എക്സ്പാൻഷൻ ആയിട്ട് നമുക്ക് പറയാം. So there comes the concept as A is equal to A0 into 1 plus beta delta theta. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അതിനു പകരം ഒരു സോളിഡ് സ്ഫിയർ ആണ് നമ്മുടെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എങ്കിൽ അവിടെ വരുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് വോളിയം എക്സ്പാൻഷൻ ആണ്. V is equal to V0 into gamma delta theta. ഓർക്കണേ, അവിടെ ആൽഫയും ബീറ്റായും ഗാമ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ശ്രദ്ധിച്ചിരുന്നേ. That is a very important one. And that alpha, beta, gamma, അവയെ വിളിക്കുന്ന പേരാണ്. That is the coefficient of linear expansion, areal expansion, and that volume expansivities. എപ്പോഴും ഓർമ്മ വരണേ, ആൽഫയും ബീറ്റായും ഗാമയും അവയുടെ റേഷ്യോ എടുത്താൽ അത് 1:2:3 ആകുമെന്നുള്ളത് മറന്നു പോകരുതേ. അങ്ങനെയാണെങ്കിൽ ഈ മിനിമം ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ, കമാൺ പെട്ടെന്ന് ആൻസറിലേക്ക് വന്നേ. A metallic bar of coefficient of linear expansion as a 10 to the power of -5 is heated from 0 degrees Celsius to 100 degrees Celsius. The percentage increase in its length is, that is we need to find it. അപ്പോൾ നമുക്ക് വേരിയേഷൻ ഓഫ് ലെങ്ത് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ടെമ്പറേച്ചർ നമ്മുടെ കയ്യിലേക്കുണ്ട്. എന്താണാവോ? L is equal to L0 into 1 plus alpha delta theta. നമുക്ക് വേണ്ടത് എന്താണാവോ? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ലെങ്ത്. പെർസെൻറ്റേജ് ചേഞ്ച് എങ്ങനെ വരും? ഡെൽറ്റ എൽ ബൈ എൽ അല്ലേ ഇൻറ്റു 100% അല്ലേ നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏത് സിറ്റുവേഷനിലേക്ക് നമുക്ക് പറയാം? യെസ്, എൽ മൈനസ് L0 ബൈ L0 ഇൻറ്റു 100%. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആ ഒരു രൂപത്തിലേക്ക് ഇതിനെ ഒന്ന് മാറ്റാൻ ശ്രമിക്കാം. ഒന്ന് ബ്രാക്കറ്റ് ഒന്ന് മാറ്റിയേ. L0 പ്ലസ് L0 ആൽഫ ഡെൽറ്റ തീറ്റ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ L0 നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ഒന്ന് മാറ്റിയേ. L മൈനസ് L0 ഈക്വൽ ടു L0 ആൽഫ ഡെൽറ്റ തീറ്റ. ദാറ്റ് ഈസ് ദ ഫാക്ടർ. അങ്ങനെയാണെങ്കിൽ കമാൺ ക്വിക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് വന്നേ. L മൈനസ് L0 ബൈ L0, that is equal to alpha into delta theta. So into 100%, take the value as the percentage change. So into 100%, and you can easily substitute the values. It is given the value of linear expansivity as 10 to the power of -5 into the change in temperature is from 0 to 100 degrees Celsius, and hence we can say that is equal to 100 into 100. So that is equal to, come on, give the answer so quickly. Come on. Yes, 10 to the power of -5 into 10 to the power of 4. You get the value as a 10 to the power of -1. So we can say that 0.1%, and hence we can say that A as the answer. Good, very good, very good. You are on the way. Good, very good. Yes. So കുറച്ചുപേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. This chapter is so tough. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത്. ആ ഒരു ഏരിയകളിൽ കൂടുതൽ കോൺസെൻട്രേഷൻ നടത്തിയാൽ മതി, പേടിക്കേണ്ട കാര്യമില്ല. So be confident. So we can move with the question number 2. A very important concept. നോക്കൂ, initially a beaker had 100 grams of water at a temperature 90 degrees Celsius. Later, another 600 grams of water at temperature 20 degrees Celsius was poured into the beaker. The temperature T of the water after mixing is. അപ്പൊ അവിടെയാണ് നമ്മുടെ കലോറിമെട്രിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്,
നമുക്ക് എ എന്നുള്ളത് ഇനിഷ്യൽ ബീക്കറായിട്ട് നമുക്ക് സിറ്റുവേഷൻ ആയിട്ട് എടുക്കാം. അവിടെ എന്തൊക്കെയാ ഉള്ളത്? 100 ഗ്രാമിലുള്ള വാട്ടർ ഉണ്ട്. അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 90 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിലേക്ക് ബി എന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ 600 ഗ്രാം ഓഫ്, അവിടെ അതും വാട്ടർ ആണ്. അതുകൊണ്ട് നമുക്ക് സിറ്റുവേഷൻ വളരെ ഈസി ആയി. അറ്റ് ഏത് ഡിഗ്രിയിലാണ്? 20 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഉറപ്പായിട്ട് ഒരു കാര്യം നമുക്കറിയാം, 90 ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ കുറഞ്ഞ് 20 ഡിഗ്രി സെൽഷ്യസ് ഉള്ളതിന്റെ ടെമ്പറേച്ചർ കൂടുതലായിട്ട് മാറും. അതല്ലേ അവിടെ സംഭവിക്കുന്നത്? യെസ്, അത് നമുക്ക് ക്ലിയർ ആയി. അങ്ങനെ വരുമ്പോൾ ഈ 90 ഡിഗ്രിയിൽ നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ് തീറ്റയിലേക്ക് മാറിയെന്ന് വിചാരിക്കേ. അപ്പൊ 20 ഡിഗ്രീസിൽ നിന്ന് കൂടി അത് തീറ്റയായി. തീറ്റയല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? രണ്ടും ഒരേ വാട്ടർ അല്ലേ? അപ്പൊ നമുക്ക് ലോസ് ഓഫ് എനർജി സംഭവിച്ചത് നമ്മളുടെ എ സിറ്റുവേഷനിലാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്താണ് കലറിമെട്രിയുടെ പ്രിൻസിപ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്? ഹീറ്റ് ലോസ്റ്റ് എന്താണോ സംഭവിക്കുന്നത് അതായിരിക്കും ആർക്ക് ഗെയിൻ ചെയ്യുന്നത്? എസ് ബി എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ 600 ഗ്രാം ഓഫ് വാട്ടറിന് ഗെയിൻ ആയിട്ട് മാറുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആ ഹീറ്റിംഗ് കർവ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. അതിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. സാധാരണ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ സിമ്പിൾ ആയിട്ട് സപ്പോസ് ഒരു -θ ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിലേക്ക് നമ്മളൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള വാട്ടർ ആഡ് ചെയ്താൽ ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് നമ്മളുടെ ഐസിനെ മൂവ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ള ഒരു ഹീറ്റിംഗ് കർവാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് -θ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഐസിന്റെ സോളിഡ് ഫോം എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലാണ് അത് വാട്ടർ ആയിട്ട് മാറാൻ പറ്റുക. അപ്പോൾ -θ അല്ലെങ്കിൽ -10 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കൊടുക്കുന്ന എനർജി അവന്റെ ടെമ്പറേച്ചറിനെ, ആ എനർജി എന്ന് പറയുന്നത് -15 അല്ലെങ്കിൽ 10 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ഉദ്ദേശം. അപ്പൊ അവിടെ വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഐസ് ഇൻറ്റു ഡെൽറ്റ തീറ്റ. അത് ഉപയോഗിച്ചുകൊണ്ട് അവൻ -θ ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് ആയിട്ട് മാറുകയാണ്. എന്നിട്ട് അടുത്ത് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് അവൻ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആയിട്ട് മാറുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ മനസ്സിലേക്ക് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് അതേ ടെമ്പറേച്ചറിലുള്ള 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആയി മാറുകയാണ്. വീണ്ടും കിട്ടുന്ന എനർജി അവൻ സ്വീകരിച്ചുകൊണ്ട് വാട്ടറിന്റെ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് അടുത്തൊരു ഫേസ് മാറ്റം സംഭവിക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിൽ അവന്റെ ബോയിലിംഗ് പോയിന്റിലാണ്. സോ കൊടുക്കുന്ന എമൗണ്ട് ഓഫ് എനർജി എല്ലാം അവന്റെ എനർജി കൂട്ടാൻ വേണ്ടി അവൻ ഉപയോഗിക്കും. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റിലേഷൻ ആണ് MC ഡെൽറ്റ തീറ്റ. അവിടുത്തെ സി എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ മാറ്റം വന്നു. സി എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ആയിട്ട് മാറുകയാണ്. സോ അവൻ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആയിട്ട് മാറി. അവിടെ വരുന്നു മറ്റൊരു ഫേസ് ചേഞ്ച് അവിടെ വന്നിരിക്കുകയാണ്. എപ്പോഴും മനസ്സിൽ ഓർക്കേണ്ടത് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിന്റെ അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള സ്റ്റീം ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അവിടെ നമ്മുടെ മനസ്സിൽ ഓർക്കുക M2L എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണ് അവിടെ വരിക. ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ടെമ്പറേച്ചർ കൊടുക്കണോ അത് അവന്റെ ഗ്യാസിന്റെ ടെമ്പറേച്ചർ കൂട്ടാൻ അല്ലെങ്കിൽ വേപ്പറിന്റെ ടെമ്പറേച്ചർ കൂട്ടാൻ അത് ഉപയോഗിക്കും. ഈ ഹീറ്റിംഗ് കർവ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഈ പ്രോബ്ലം ബേസ് ചെയ്യുമ്പോൾ 2 വാട്ടറും ഈ ഗ്യാപ്പിലായിരിക്കും അല്ലെ? അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാ? MC ഡെൽറ്റ തീറ്റ. അത് മാത്രം ഓർക്കുക. ഇനി ഒരു ഡേറ്റ നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഐസ്, സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ, എന്താണ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാപ്പർ. ഈ ഒരു പ്രോബ്ലങ്ങളിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. എപ്പോഴും ഓർക്കണേ, സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഐസ് എന്ന് പറയുമ്പോൾ 0.5 കാലറി പെർ ഗ്രാം പെർ കെൽവിൻ. അത് വാട്ടർ ആയിട്ട് വരുമ്പോൾ CGS-ലെ 1 കാലറി പെർ ഗ്രാം പെർ കെൽവിൻ. അത് വേപ്പറിലേക്ക് വരുമ്പോൾ അതും 0.7 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. There is an anomalous behavior with water and its value is 0.47 calorie per gram per Kelvin. അത് SI-യിലേക്ക് സിസ്റ്റം മാറുന്നു എന്ന് പറയുമ്പോൾ ഓർമ്മ ഇരിക്കണേ,
that 1 calorie per gram per Kelvin എന്ന് പറയുമ്പോൾ 4.2 into 10 to the power of 3 that much joules per kilogram per Kelvin. That is the value. അത് ഓർമ്മയിരിക്കട്ടെ. സാധാരണ രൂപത്തിൽ ഇത്തരം പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മുടെ CGS സിസ്റ്റത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മൂവ് ചെയ്യാം. നോക്കൂ, സിമ്പിൾ ആയിട്ട്. See, the heat lost is equal to heat gain എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ? യെസ്, ചിലർക്ക് ആൻസർ മനോഹരമായിട്ട് കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് ഇവിടെ. MC ഡെൽറ്റ തീറ്റയാണ് നമ്മുടെ റിലേഷൻ അല്ലെ? അപ്പൊ മാസ് ഓഫ് എ ഇൻറ്റു ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു 90 ഡിഗ്രിയിൽ നിന്ന് അവന്റെ ടെമ്പറേച്ചർ തീറ്റയിലേക്ക് മാറുന്നു അല്ലെ? അപ്പൊ ഹീറ്റ് ഗെയിൻ ചെയ്തവൻ എന്താ സംഭവിച്ചേ? അവന്റെ മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ തന്നെയല്ലേ അവിടെ? അവന്റെ ടെമ്പറേച്ചർ 20ലും തീറ്റയിലേക്കല്ലേ മാറിയേ? അപ്പൊ നമുക്ക് തീറ്റ -20 ആയിട്ട് എടുക്കാം. ഇനി MA എന്ന് പറയുന്നത് 100 ആണ്, സ്പെസിഫിക് ഹീറ്റ് 1 ആണ് നമ്മുടെ വാട്ടറിൻ്റെത്. സോ 90 മൈനസ് തീറ്റ, that much is equal to 600 into this 1 into that theta minus 20. Come on, quick, പെട്ടെന്നാവട്ടെ. 0 0 cancel ആണ്. Good, good. So 90 minus theta is equal to 6 theta minus 20. Yes, പെട്ടെന്നാവട്ടെ. Six into 20. So it becomes 120. Yes, 120 plus 90, 210. That should be equal to 7 theta. And if we get the value for theta is equal to, yes, that is equal to 30 degree. That is very important. Yes, so that B as the answer. Very good, very good. Yes, you are okay. So students, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നത്. ഈ കീം എൻട്രൻസിന് ഇതിനപ്പുറം ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരില്ല. യു ക്യാൻ ട്രസ്റ്റ് മീ. സോ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലും പ്രയോജനം നിങ്ങൾക്ക് നിങ്ങളുടെ കീം 2021 സംഭവിക്കണം. അതിനുവേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ സെലക്ട് ചെയ്യുന്നത്. മറന്നുപോകണ്ട. സോ യു ഐ തിങ്ക് നിങ്ങൾക്ക് ഇത് അണ്ടർസ്റ്റാൻഡ് മനസ്സിലായി കഴിഞ്ഞല്ലോ കുഞ്ഞുങ്ങളെ? യെസ്, ഓക്കെ, ഫൈൻ. വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് വൺ, ദ തേർഡ് വൺ. കണ്ടക്ഷൻ ബേസ് ചെയ്തിട്ട്, ന്യൂട്ടൺസ് ലോ ഓഫ് കണ്ടക്ഷൻ ബേസ് ചെയ്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട്സിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. Two rods A and B of different materials are welded together. Their thermal conductivities are K1 and K2. The thermal conductivity of the composite rod will be. That is, we need to find it. അപ്പോൾ അവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ട ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ലോ ഓഫ് കണ്ടക്ഷൻ തന്നെയാണ്. അപ്പോൾ ഒരു മെറ്റീരിയലിലൂടെ, അപ്പൊ അവന്റെ ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് A ആണെങ്കിൽ, അവന്റെ തെർമൽ കണ്ടക്ടിവിറ്റി K ആണെങ്കിൽ, യെസ്, അവന്റെ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ കൂടെ കണക്കാക്കിക്കൊണ്ട് ദ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ dQ by dt എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദ തെർമൽ കണ്ടക്ടിവിറ്റി, ദ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ഇൻടു ദാറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻടു the temperature gradient. That is the very important concept, dt by dx. Appo orka, this is what? The rate of flow of heat. The rate of flow of heat. അവയുടെ ആ സെപ്പറേഷൻ ആണ് dx എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരു T1 ഡിഗ്രി ടെമ്പറേച്ചറും ഇത് T2 ആണെങ്കിൽ ഈ dt എന്ന് പറയുന്നത് T2 മൈനസ് T1 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. വളരെ പ്രധാനപ്പെട്ടതാണ്. A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആയിരിക്കും. വളരെ പ്രധാനമാണ്. ഈ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്, can you suggest one concept? What about its nature? Is a vector or a scalar? Can you suggest the temperature gradient is a vector or a scalar? Come on, kid. Come on. One question. Is it a vector quantity or a സ്കേലാർ ക്വാണ്ടിറ്റി? പെട്ടെന്ന് പ്രഡിക്റ്റ് ചെയ്തേ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഷോർട്ട് കട്ട് പറയാം.
all gradients are said to be vectors. It may be velocity gradient, it may be temperature gradient, whatever may be, all are vectors. That is very important one. And its direction is from the high temperature to the lower temperature. കുഞ്ഞുങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റിലേക്ക് അടുത്തു വരികയാണ്. നോക്കൂ, നമുക്കിവിടെ ഹീറ്റ് ഫ്ലോ നടക്കുകയാണ്. ആ ഹീറ്റ് ഫ്ലോ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദിസ് മച്ച്, ദിസ് ഈസ് ദ കൺസെപ്റ്റ്. അപ്പൊ ഇവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട, അപ്പൊ ഹീറ്റ് ഫ്ലോ ഇങ്ങനെയാണ് നടക്കുക, ഡി എന്ന് പറയുന്നത് ഈ ഒരു തരത്തിലേക്ക്. അപ്പൊ ഇതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇലക്ട്രിസിറ്റിക്ക് ആസ്പെക്ട്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഹീറ്റ് കറണ്ട് എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിലല്ലേ ഈ ഒരു ഹീറ്റ് ഫ്ലോ ഇവിടെ നടക്കൂ എന്ന് പറയുമ്പോൾ പാരലൽ കോമ്പിനേഷൻ അല്ലേ? യെസ്. അപ്പൊ ആ പാരലൽ കോമ്പിനേഷനിലെ റെസിസ്റ്റൻസ് എടുക്കുന്ന ഒരു ആസ്പെക്ട് ഓർക്കുന്നുണ്ടോ? 1/Rp എന്ന് പറയുന്നത് 1/R1 + 1/R2 എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ള? ഇതേ ആസ്പെക്റ്റില് ഇവിടെ വരുന്ന ഒരു ടേം ആണ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഹീറ്റ് ഫ്ലോ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് പറയാം that thermal resistances, that is very important one. The thermal resistances are connected in parallel here. ആ thermal resistance ന്റെ വാല്യൂ എന്ന് പറയുന്നത് L/Ka ആണ്. Length of the medium, K the thermal conductivity, A the area of cross section. That is the very important concept. ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നോക്കൂ, നമ്മൾ ആദ്യം തന്നെ അതിന്റെ ഡേറ്റകളൊന്നും എടുക്കണേ. എയും ബിയും എന്ന് പറയുന്ന രണ്ട് കേസസ്, അവിടെ 1 and 2 എന്നുള്ള തരത്തിലേക്ക് എടുക്കാം. അപ്പൊ ഹീറ്റ് ഫ്ലോ വരുമ്പോൾ ഇവിടത്തെ ഏരിയയെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഓരോന്നിനും ഏരിയ ഉണ്ട് എന്നിരിക്കട്ടെ. അവന്റെ ലെങ്ത് രണ്ടുപേർക്കും സെയിം ആണ്, ഡി ആണ്. ഓരോന്നിന്റെയും കണ്ടക്ടിവിറ്റി K1 ഉം K2 ഉം പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ആദ്യത്തതിന്റെ നമ്മുടെ റെസിസ്റ്റൻസ് R1-ൻ്റെത് എന്തായിട്ട് നമുക്ക് എഴുതാം? R1 എന്ന് പറയുമ്പോൾ അവന്റെ ലെങ്ത് D ആണ്, K1 ആണ്, ഏരിയ A ആണ്. അതേപോലെ R2-ന് നമുക്ക് എഴുതാമല്ലോ, D ഡിവിഷൻ ബൈ K2. അതേപോലെ യെസ്, ഇനി നമ്മോട് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ ഒരു കോമ്പോസിറ്റ് റോഡായിട്ട് കൺവേർട്ട് ചെയ്താൽ. അപ്പൊ കോമ്പോസിറ്റ് റോഡായിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിനെ ഒരൊറ്റ എണ്ണമായിട്ട് കൺവേർട്ട് ചെയ്യണം അല്ലെ? അപ്പം അത് RP ആണെങ്കിൽ അവയുടെ ലെങ്ത് D തന്നെ ആയിരിക്കത്തില്ലേ? യെസ്. തിക്നെസ് ഒക്കെ എന്തായിട്ട് മാറും? അല്ലെങ്കിൽ ഏരിയ ക്രോസ് സെക്ഷൻ രണ്ടും കൂടെ ഒരുമിച്ച് ചേരില്ലേ? എത്രയാവും അപ്പോ? യെസ്, വി ക്യാൻ സേ 2A. വെരി ഗുഡ്. അപ്പൊ അവന്റെ കോമ്പോസിറ്റ് K ആണെങ്കിൽ അവിടെ ഏരിയ ക്രോസ് സെക്ഷൻ 2A ആയിട്ട് മാറി, കാരണം ഒറ്റ മെറ്റീരിയൽ ആയിട്ട് മാറി. നമ്മൾ എടുത്തത് ഓരോന്നിനും AA മെറ്റീരിയൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റിയിലെ അതേ ആസ്പെക്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. 1 ഡിവിഷൻ ബൈ ആ റിസൾട്ടന്റ് നമുക്ക് എങ്ങനെ എഴുതാം? D ബൈ, ഓക്കെ, അപ്പൊ ന്യൂമറേറ്ററിലേക്ക് ആരൊക്കെ പോയി? K × 2A ആയിട്ട് മാറി അല്ലെ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു R1 എങ്ങനെ നമുക്ക് എഴുതാം? യെസ്, D ബൈ K1 × A പ്ലസ് കമാൺ D ബൈ K2 × A. അപ്പൊ നമുക്ക് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ നമുക്ക് ക്യാൻസൽ ആവാം അല്ലെ? അപ്പൊ 2K എന്ന് പറയുന്നത് K1 + K2 ആയിട്ട് എത്തി അല്ലെ? യെസ് യെസ്. Come on, quick. What is the answer for it? K is equal to very good, very good. K1 + K2 by 2, and we get the answer as that fourth option as the answer. Is it clear? So, dear students, ആദ്യമായിട്ടാണ് ഈ ചാനലിൽ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മറന്നു പോകരുത്. ഇനിയുള്ള നമ്മുടെ ഓഗസ്റ്റ് 4-ാം തീയതി വരെ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ചാനലില് ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മുടങ്ങാതെ കൃത്യതയോടെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട്, ഇനി അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ വരുമ്പോൾ ഓസിലേഷൻ വേവ്സ് ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. തിയറി മനോഹരമായിട്ട് വായിച്ചതിന് ശേഷം ക്ലാസ്സിലിരുന്നാൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച തരത്തിലെ കീം എൻട്രൻസ് എക്സാമിന് ഒരു റിവിഷൻ ഫ്രീ ആയിട്ട് SS ഫിസിക്സ് ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾ മുടങ്ങാതെ കാണുക. അതോടൊപ്പം ഈ ഒരു പാൻഡമിക്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ചാനലിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുക. അതോടൊപ്പം ഷെയർ ചെയ്യാനും മറക്കരുതേ. ഓർക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഷെയർ ചെയ്യാനും മടിക്കരുത്.
So we can go with the next one, the fourth question, the very important another one. Stefan's law and the Wien's displacement law. നമ്മുടെ സ്റ്റിഫാൻസ് ലോ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. എപ്പോഴും വിയൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ അതൊന്ന് നമ്മുടെ മനസ്സിലേക്ക് വരാം. ഒരു ബ്ലാക്ക് ബോഡിയുടെ അല്ലെങ്കിൽ ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ അത് എമിറ്റ് ചെയ്യുന്ന വേവ് ലെങ്തുമായിട്ടുള്ള റിലേഷൻ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഓർക്കണേ. ലാംഡ എം ഇൻറ്റു ദാറ്റ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ലാംഡ ദാറ്റ് ഈസ് ദ മാക്സിമം wavelength emitted by a black body into its absolute temperature is a constant. അത് വിയൻസ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതുകൊണ്ട് ലാംഡ എന്ന് പറയുന്നത് 1 proportional to not in degree Celsius, Kelvin സ്കെയിലാണ്. മറക്കരുത്. ഇവിടെ പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് വരാം. Two perfectly black spheres A and B having radii 8 centimeter. അപ്പോൾ എയുടെ റേഡിയസ് 8 സെന്റിമീറ്റർ ആണ്, ബിയുടേത് 2 സെന്റിമീറ്റർ എന്നാണ് പറയുന്നത്. ആർ മെയിൻറ്റൈൻഡ് അറ്റ് 127 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഈ ടെമ്പറേച്ചർ ഓഫ് എ എന്ന് പറയുന്നത് 127 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കണേ, ഈ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. അപ്പൊ 127 നമ്മൾ കെൽവിൻ സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യണം. കെൽവിൻ സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? യെസ്, വി നീഡ് ടു ആഡ് 127 പ്ലസ് 273. അപ്പൊ അവൻ കെൽവിനിലേക്ക് മാറും. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 400 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ ഓഫ് ബി എത്രയായിട്ട് നമുക്ക് മാറ്റാം? ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 527. അപ്പൊ അവന്റെ കൂട്ടത്തിൽ എത്ര കൂടണം? യെസ്, 273 കൂടെ കൂടണം. അപ്പൊ നമുക്ക് എത്രയായിട്ട് ആ വാല്യൂ മാറി? 800 കെൽവിൻ. യെസ്, വെരി ഗുഡ്, 800 കെൽവിൻ ആയിട്ട് മാറും. ഡേറ്റ ആയി കഴിഞ്ഞു. ഇനി നമ്മുടെ സ്റ്റിഫാൻസ് ലോ ഉപയോഗിച്ചാല് റേഷ്യോ ഓഫ് എനർജി റേഡിയേറ്റഡ് ബൈ എ ടു ദാറ്റ് ബൈ ബി നമുക്ക് കണ്ടുപിടിക്കാം. അവിടെ സ്റ്റിഫാൻസ് ലോ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് മറന്നു പോകരുത്, ദ എമൗണ്ട് ഓഫ് എനർജി. ഇപ്പം 6 ആണ് എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് എനർജി റേഡിയേറ്റഡ് പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ദാറ്റ് sigma. Yes, that is very important one, the fourth power of its temperature. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പം നമ്മുടെ എമൗണ്ട് ഓഫ് എനർജി പെർ യൂണിറ്റ് ടൈം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം സിഗ്മ എ ഇൻറ്റു ടി റൈസ് ടു 4 ആണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷൻ. സോ ദാറ്റ് ഈസ് ദ സ്റ്റിഫാൻസ് ലോ. അപ്പൊ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏരിയയും അബ്സല്യൂട്ട് ടെമ്പറേച്ചറും. അപ്പൊ നമുക്ക് റേഷ്യോ ഓഫ് എനർജി എങ്ങനെ കണ്ടുപിടിക്കാം? എനർജി yes with respect to A by 4B is equal to അവിടെ ഏരിയ ആണ് അല്ലെ, ഒരു സ്ഫിയർ അല്ലേ? യെസ്, അപ്പൊ അതിന്റെ ഏരിയ വരുമ്പോൾ 4πr² അല്ലേ? യെസ്, അപ്പൊ രണ്ട് കേസസ് വേണ്ടി എടുക്കുമ്പോൾ ആ റേഷ്യോയില് 4π ക്യാൻസൽ ആവും. അപ്പൊ RA² ബൈ RB² ഇൻറ്റു TA റൈസ് ടു 4 ആണ്. ആ പവർ മറന്നു പോകരുത് കേട്ടോ. യെസ്, TB റൈസ് ടു 4. അപ്പൊ RA ബൈ RB². ഇവിടെ RA എന്ന് പറയുന്നത് 8 ആണ് ബൈ 2. അതിന്റെ യൂണിറ്റ് ഒരു വിഷയമല്ല, കാരണം റേഷ്യോ ഒരേപോലെ ആയതുകൊണ്ട് നമുക്ക് കളയാം. ദാറ്റ് മീൻസ് TA ബൈ TB. TA എത്രയാണ്? യെസ്, 400 ആണ്. TB എത്രയാണ്? 800 ആണ്. അതിന്റെ പവർ എത്രയായിട്ടാണ് കിട്ടിയത്? 8 by 2 4 എത്രയായിട്ട് നമുക്ക് എടുക്കാം? 16. 400 800 1 by 2 raised to 4. 2 raised to 4 എത്രയാണ്? 2 to 8 into 8 8 2 to 4 8 into 2, it becomes 16. Good. 16 into 1 by 16, we get the value as 1:1. So we get the choice as the second option. അപ്പൊ തിയറി നന്നായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ കംഫർട്ട് ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. So that is the fourth question. So we can move into the next one. Very good, very good. You are on the way. Good, good. Yes. നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. നോക്കും, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ഒരു 7-8 വർഷമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വരെ പലപ്പോഴും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ബേസ് ചെയ്തിട്ട്. അത് പറയുന്നത് റേറ്റ് ഓഫ് കൂളിംഗ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ബോഡി, ആ റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ that body temperature and that temperature of the
ഡിഫറൻസ് എന്ന് പറയുന്നത് ബോഡിയുടെ ടെമ്പറേച്ചറും നമ്മുടെ മീഡിയത്തിന്റെ അല്ലെങ്കിൽ സറൗണ്ടിങ്സിന്റെ ടെമ്പറേച്ചറിന്റെ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആണ്. ബട്ട് പ്രൊവൈഡഡ് വിത്ത് കണ്ടീഷൻ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ സറൗണ്ടിങ്ങുമായിട്ട് അധിക വ്യത്യാസമില്ലെങ്കിൽ ഒരു മാക്സിമം 50-60 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ ഉള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ റേറ്റ് ഓഫ് കൂളിംഗ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതില് ഡി ടി എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ആണ്, അതിന്റെ ടൈം ഇന്റർവൽ ആണ്. എന്താ ഈ ടി ആവറേജ് എന്ന് പറയുന്നത്? ഈ ടി ആവറേജ് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത്, നമുക്ക് ഇവിടുത്തെ മിക്കവാറും ക്വസ്റ്റ്യനുകളിൽ ഒരു ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ആയിരിക്കും പറയാം, ഇന്ന ടെമ്പറേച്ചർ മുതൽ ഇന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു ആവറേജ് ടെമ്പറേച്ചർ എന്നുള്ള ഒരു ടേം ആയിരിക്കും നമുക്ക് എടുക്കേണ്ടി വരിക. ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നോക്കാം, ഹോട്ട് വാട്ടർ കൂൾസ് ഫ്രം, അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രി സെൽഷ്യസ് ടു 50 ഡിഗ്രി സെൽഷ്യസ്. ദാറ്റ് വിൽ ഹാപ്പൻ ഇൻ 10 minutes. അപ്പൊ നമ്മുടെ T1 എന്ന് പറയുന്നത് 60 ആണ്, T2 എന്ന് പറയുന്നത് 50 ആണ്. അടുത്ത രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ പറയുന്നത് ആൻഡ് 2 എന്ന് വെച്ചാൽ ഇപ്പൊ എത്രയിലാണ് നിൽക്കുന്നത്? 50 ഡിഗ്രി ആണ് അല്ലെ. ആ 50 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? 42 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറുന്നു ഇൻ ദ നെക്സ്റ്റ് 10 minutes. വീണ്ടും അതേ സമയം എങ്കിൽ T0 ആണ് നമുക്ക് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഓരോ സിറ്റുവേഷൻസ് ഒന്ന് മാത്തമാറ്റിക്കൽ ആക്കാൻ ശ്രമിക്കാം. എന്താ ഡി ടി ബൈ ഡി ടി? അപ്പൊ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആദ്യത്തത് ഡി ടി എന്ന് പറയുമ്പോൾ 60 മൈനസ് 50, ദാറ്റ് ഡിവിഷൻ ബൈ ഡി ടി എന്ന് പറയുമ്പോൾ 10 എന്ന് പറയുന്നത് ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ. എന്താണ് ടി ആവറേജ്? അപ്പൊ അത് 60 പ്ലസ് 50 ബൈ S2 മൈനസ് T0, അതാണ് നമുക്ക് കണ്ടുപിടിക്കുക. അപ്പൊ ഇതിന് ഒരു ചെറുതായിട്ടൂടെ 60 മൈനസ് 50, 50 50, 60 മൈനസ് 50 10, 10 by 10 1 ഈക്വൽ ടു K ഇൻറ്റു 60 പ്ലസ് 50 ബൈ 2. അപ്പൊ നമുക്ക് എത്രയായിട്ട് കിട്ടി? ഇറ്റ് ബിക്കംസ് 55 മൈനസ് T0. അപ്പൊ നമുക്ക് അവിടെ നിന്ന് കെയുടെ വാല്യൂ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി അല്ലെ. വാട്ട് ഈസ് ദ K വാല്യൂ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 55 മൈനസ് T0. എങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് എടുത്തേ. രണ്ടാമത്തെ കേസ് എങ്ങനെ നമുക്ക് റിലേഷൻ എഴുതാം? അപ്പൊ ഇവിടെ പറയുന്നത് 50 to 42 അല്ലെ. അപ്പൊ 50 മൈനസ് 42, that division by the time interval. What is the time interval here? 10 equal to that constant K into what is the average value? എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? 50 plus 42 by 2 മൈനസ് T0. ഒരേ സറൗണ്ടിങ് ആണ്. അപ്പൊ നമുക്ക് T0 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, മറന്നു പോകുന്നത്. അപ്പൊ ഇതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് എങ്ങനെ പോവാം? 50 മൈനസ് 42, അപ്പൊ നമുക്ക് 8 by 10, that is equal to K into what is 50 plus 42 by 2? നമുക്ക് ആവറേജ് എടുത്താൽ എത്ര കിട്ടും? 46 മൈനസ് T0. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ കെയുടെ വാല്യൂ എഴുതുകയാണെങ്കിൽ we can write to be equal to, ഇത് നമുക്ക് 4 by 5 ആയിട്ട് എഴുതാം. സോ 4 by 5 into 5ന്റെ 46 മൈനസ് T0 അല്ലെങ്കിൽ T0. അപ്പൊ ഇവിടെ K എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് വാട്ട്? 1 by 55 മൈനസ് T0. ഇനി നമുക്ക് ക്രോസ് ചെയ്താൽ നമ്മുടെ ഉത്തരം ആയി കഴിഞ്ഞു. എന്ത് കിട്ടാം നമുക്ക്? ദിസ് 4 into 55 മൈനസ് 4 T0 ഈക്വൽ ടു, ഇതിനെ ക്രോസ് ചെയ്തേ, 5 into 46 മൈനസ് 5 into T0. ഇനി പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് നമുക്ക് വരാം. സോ ഇവിടുന്ന് നമുക്ക് 5 T0 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 5 T0 മൈനസ് 4 T0 എന്ന് പറയുന്നത് T0 ആയി മാറും. That is equal to 5 into 46 minus 4 into 55. So that is equal to exactly 230 minus 220. You get the value as is equal to 10 degrees Celsius. Yes, very good. Very good. You are okay. Good, good, good. So you get the answer as the first choice as A as the answer. അപ്പോൾ ഓർക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്, മറന്നു പോകരുത്. കൃത്യമായിട്ട് ഇത് എഴുതി വെച്ചേക്കുക. We can wait one question from Newton's law of cooling.
So do you want? അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ് tomorrow at 6:30 നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യാൻ മറക്കരുതേ കുഞ്ഞുങ്ങളെ. ഈ എടുക്കുന്ന പെയിൻ അതിന്റെ പ്രയോജനം ഒത്തിരി പേർക്ക് കിട്ടണം. വൈകുന്നേരം 6:30 ഷാർപ്പായിട്ട് നിങ്ങൾ ഓസിലേഷൻ വേവ്സ് എന്നീ 2 ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വരാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ കൂടിയാണ്. ചില വർഷങ്ങളിൽ ഓരോ ചാപ്റ്ററിൽ നിന്ന് ഒരു 4 വീതമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ച ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്ര സീരിയസോടെ നിങ്ങൾ അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടുമോറോ അറ്റ് 6:30. ഇപ്പോൾ കേൾക്കുന്നവരിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനലിൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഷെയർ ചെയ്യാനും മടിക്കരുത്. സോ വി ക്യാൻ ഗോ വിത്ത് ദ നെക്സ്റ്റ് വൺ. നമ്മുടെ തെർമോഡൈനാമിക്സ് പാർട്ടിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. നമ്പർ 6. 5 moles of an ideal monoatomic gas. അപ്പോൾ മോണോ അറ്റമിക് ആയിട്ടുള്ള 5 moles with an initial temperature of 150 degrees Celsius expand in the process absorb. How much amount ആണ് അത് അബ്സോർബ് ചെയ്തതെന്ന് പറയുന്നത് 1500 joule. And it does how much work? 2500 joule. The final temperature of the gas in degrees Celsius. അപ്പൊ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് ഒന്ന് ഓർത്ത് നോക്കിയേ. ഫസ്റ്റ് ലോ പറയുന്നത് എന്ത് എമൗണ്ട് ഓഫ് എനർജി കൊടുക്കുന്നുവോ they are used to change in the internal energy plus work. Appo adu base cheyidittu we can easily find what is the change in internal energy. Appo internal energy ennu parayumbol namukku engane ezhudam? Delta Q, that given amount of energy, minus W. Delta Q is what here? Only 1500. എന്താണ് വർക്ക് ചെയ്തത്? 2500. അപ്പോൾ അവിടെ ഒരു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് yes, we get the value as is equal to -1000. അപ്പൊ നമുക്കിനി കണ്ടുപിടിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. അത് എങ്ങനെ നമ്മുടെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യും? വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷൻ മറന്നു പോകരുത്. ദാറ്റ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് NCV delta T. That is the very important relation. ഒന്ന് സ്റ്റാർ മാർക്ക് ഇട്ട് വെച്ചേ. നമ്പർ ഓഫ് മോൾസ് ഇവിടെ നമുക്ക് n എന്ന് നമുക്ക് കൃത്യതയോടെ നമുക്ക് തന്നിട്ടുണ്ട്. ഗുഡ് ആണ്. ഇനി CV യെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. റേഷ്യോ സ്പെസിഫിക് ഹീറ്റ് നമുക്ക് അറിയാവൂ. ഗാമ എന്താണാവോ? ഗാമ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയുണ്ട്. എന്താണാവോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 2/f. സ്റ്റാർ ഇട്ട് വെച്ചേ. എന്താ F എന്ന് പറയുന്നത്? Can you give the word? What is that F? F എന്ന് പറയുന്നത് എന്താണ്? That is a degrees of freedom. Degrees of freedom. അത് മോണോറ്റോമിക് ആയിട്ടുള്ള ഗ്യാസ് ആണെങ്കിൽ keep in mind it is 3. So ഗാമ എന്ന് പറയുന്നത് 1 + 2/3 ആയിട്ട് എടുത്താല് 5/3 ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ? എങ്കിൽ ഗാമ അറിയാമെങ്കിൽ CV എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. R division by gamma -1. So that is equal to R division by that gamma as 5/3 - 1. So that is equal to 2/3. So that is equal to 3/2R. That is important. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡെൽറ്റ U division by N into CV. Are you listening? Yes, a very important concept. So that is 1000. That division by the number of moles N is nothing but equal to 5 into 3/2R. What is R? 8.314. ഒന്ന് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചേ. You get the value as is equal to 16. So that change in temperature delta T. So 150 minus that T dash is 16. And based on that, we can find that value T dash is equal to 150 minus 16. That is equal to, we get the value as is equal to 134. That is very important one. Yes, monoatomic alla.
നമുക്ക് അവിടെ ഡയറ്റമിക് ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ മറന്നു പോകരുത്, അവിടെ നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5 ആയിട്ട് മാറും. അപ്പൊ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് വളരെ കൃത്യതയോടെ നോക്കിയിരിക്കണേ. യെസ്, സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ്. ആർ യു റൈറ്റ് ഇറ്റ്? Can I move forward? It's a very important question. Is it okay? ഒന്ന് രണ്ട് സൈൻ കൺവെൻഷൻസ് നിങ്ങൾ ഓർക്കുക. ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ക്യൂ എമൗണ്ട് ഓഫ് എനർജി കൊടുക്കുകയാണെങ്കിൽ വി ക്യാൻ ടേക്ക് ആസ് പോസിറ്റീവ്. അതിന് പകരം അത് എക്സ്ട്രാക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് മൈനസ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇനി വർക്ക് ചെയ്യുകയാണ്, അത് കാരണം അവന്റെ വോളിയം ഇൻക്രീസസ് ആണെങ്കിൽ വി ക്യാൻ ടേക്ക് പോസിറ്റീവ് വർക്ക് ഡൺ. നേരെ തിരിച്ച് വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം, വോളിയം ഡിക്രീസസ് ആണെങ്കിൽ അവിടെ നമ്മൾ നെഗറ്റീവ് സൈൻ നമ്മൾ കൊടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് വൺ. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗുഡ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫ്ലോയിങ്. ഇത് നമ്മുടെ കീമിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇങ്ങനെയുള്ള ഈസി ക്വസ്റ്റ്യൻസ് എല്ലാ കോൺസെപ്റ്റ്സും അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് വരാൻ പറ്റും. ഫസ്റ്റ് വൺ, ദ ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ മറന്നു പോകരുത്, അതിന്റെ റിലേഷനും കൂടെ ഒന്ന് മനസ്സിൽ ഓർക്കുക. ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഡെൽറ്റ ടി എന്ന് പറയുന്നത് അവിടെ 0 ആവും. ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 4 ആണ് അല്ലെ. അപ്പൊ ചോയ്സസ് എ ആകാം അല്ലെങ്കിൽ ബി ആകാം. ഇനി ബാക്കിയുള്ള ഓപ്ഷനുകൾ നമ്മൾ വിട്ടു. അടുത്ത കൺസെപ്റ്റ് ഐസോബാറിക് പ്രോസസ്. അവിടെ നമുക്ക് ആൻസർ ആയി കഴിഞ്ഞു അല്ലെ. എന്താണോ രണ്ടാമത്തത്? ഐസോബാറിക് എന്ന് പറയുമ്പോഴത്തേക്കും പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഡെൽറ്റ പി എന്ന് പറയുന്നത് യെസ്. അപ്പൊ നമുക്ക് എക്സാക്ട് ആയിട്ട് നമുക്ക് 7th ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും? യെസ്, നത്തിങ് ബട്ട് ഈക്വൽ ടു ദ ഫസ്റ്റ് ചോയ്സ്. അപ്പോഴും ഓർക്കുക, തേർഡ് ചോയ്സ് എന്താ പറയണേ? ഐസോകോറിക് പ്രോസസ്. ഐസോകോറിക് എന്ന് പറയുമ്പോൾ യെസ്, വോളിയം ഈസ് കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ വി എന്ന് പറയുന്നത് അവിടെ 0 ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഗുഡ്. ഇനി എന്താണ് അഡിയബാറ്റിക് പ്രോസസ്? അഡിയബാറ്റിക് പറയുമ്പോൾ നമുക്ക് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ there is no heat enter or leave the system. That is a very important concept. ഇനി നമ്മുടെ മനസ്സിൽ വരേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഐഡിയ, ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഈ റിലേഷൻ ഓർക്കണേ, പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അഡിയബാറ്റിക് പ്രോസസ്, ഇതും നമ്മുടെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്. അവിടെ മറന്നു പോകരുത്, പി വി റേസ് ടു ഗാമ എന്ന് പറയുന്നത് ആൾവൈസ് എ കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ്. അപ്പൊ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരണം. അതോടൊപ്പം തന്നെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഈ ഓരോ പ്രോസസ്സിന്റെയും വർക്ക് ഡൺ, ഐസോതെർമൽ പ്രോസസ് ഏതാണ്, ഐസോബാറിക്കിന് എന്താണ്, ഐസോകോറിക്, അഡിയബാറ്റിക്, അതുകൂടെ ഒന്ന് റിവൈസ് ചെയ്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ട കേസാണ്. നോക്കൂ, റെഫ്രിജറേറ്ററുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. The coefficient of performance of a refrigerator is 5. അപ്പൊ നമുക്ക് ബീറ്റ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ബീറ്റ that is given as is equal to 5. If the inside temperature of the freezer, so that lower temperature is given as is equal to -20 degrees Celsius എന്ന് പറയുമ്പോൾ -20 പ്ലസ് നമ്മുടെ 273 ആയിട്ട് നമുക്ക് എടുക്കാം. എന്ന് പറയുമ്പോൾ അത് 253 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഹയർ ടെമ്പറേച്ചർ എന്താണ്? എപ്പോഴും ഓർമ്മയിരിക്കട്ടെ, the coefficient of performance beta take the value as is equal to T2 division by that T1 minus T2. വളരെ പ്രധാനപ്പെട്ട റിലേഷൻ ആണ്. അതേപടി നമ്മുടെ കാർനോട്ട് സൈക്കിളിൽ വരുമ്പോൾ ഓർക്കണേ, that 1 minus T2 by T1, that is very important one. അവിടെയും T2 എന്ന് പറയുന്നത് ലോവർ ടെമ്പറേച്ചറും T1 എന്ന് പറയുന്നത് ഹയർ ടെമ്പറേച്ചറുമായിട്ട് മറന്നു പോകരുത്. വളരെ പ്രധാനപ്പെട്ട കേസസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T1ന്റെ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? That T1 minus T2 take the value as T2 by beta. So T1 take the value as T2 plus T2 by beta.
So that is equal to, that T2 is 253 plus T2, 253 by that beta, that is equal to 5. So that is equal to 253 plus, that is 50.6. So that is equal to 303.6. But keep in mind, it is in Kelvin. All the answers are in degree Celsius. So അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? Yes, you have to subtract with the 273. So you get the answer as is equal to 30.6 degrees Celsius. So exactly we can say that 31 degrees Celsius. Yes, you got. Very good. Very good. Very good. Yes, D is the answer. നമ്മള് റെഫ്രിജറേറ്റർ, കാർനോട്ട് എഞ്ചിൻ പ്രത്യേകിച്ച് കാർനോട്ട് സൈക്കിള് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലെ ഓരോ പ്രോസസ്സിന്റെ ഓർഡർ മറന്നു പോകരുത്. കാരണം അത് ബേസ് ചെയ്ത് കീമിന് പലപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൂടുതലും കാർനോട്ട് എഞ്ചിൻ ബേസ് ചെയ്തിട്ടാണ്, എഫിഷ്യൻസിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കൺസെപ്റ്റ്സിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് പലപ്പോഴും ചോദിച്ചിട്ടുള്ളത്. നല്ല നിലവാരം പുലർത്തുന്ന ക്വസ്റ്റ്യനുകളാണ്. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ദയവേത് ശ്രദ്ധിക്കാം. നോക്കൂ, നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് ഇനി വെയിറ്റ് ചെയ്യുന്നത്. വി കൻ മൂവ് വിത്ത് ദാറ്റ്. നോക്കൂ, ദ ടെമ്പറേച്ചർ ഓഫ് an ideal gas is increased from 100 Kelvin to 400 Kelvin. If the RMS speed of the gas molecule is V at 100 Kelvin, then at 400 Kelvin it begins. റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ്. നിങ്ങളുടെ മനസ്സിലേക്ക് 3 ടൈപ്പ് സ്പീഡുകൾ മറക്കാതെ ഓർമ്മയിരിക്കട്ടെ. ഒന്ന് RMS സ്പീഡ്. So that is nothing but is equal to as a 3RT division by the molecular mass. The next one, it is nothing but equal to the average velocity is equal to root of 8RT division by pi m. That is important. And the most probable velocity, take the value as is equal to 2RT by m. ഈ 3 കാര്യങ്ങളും ഒന്ന് ഓർമ്മയിരിക്കട്ടെ. അതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം എക്സാമിന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് RMS സ്പീഡ് തന്നെയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് RMS സ്പീഡിന്റെ കമ്പാരിസൺ ആണ്. ഒരെണ്ണം 100 കെൽവിൻ ആണെങ്കിൽ രണ്ടാമത്തെ ടെമ്പറേച്ചർ 400 കെൽവിൻ എങ്ങനെയാണ്? നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു കാര്യം മനസ്സിലായി. RMS എന്ന് പറയുന്നത് ഒരേ ഗ്യാസിനായതുകൊണ്ട് റൂട്ട് ടെമ്പറേച്ചർ ആയിട്ട് നമുക്ക് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ രണ്ട് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് V2 ഡിവിഷൻ ബൈ V1 എന്ന് പറയുന്നത് റൂട്ട് T2 ബൈ T1 ആയിട്ട് നമുക്ക് എഴുതിക്കൂടെ? സോ വി ഷുഡ് ടേക്ക് ദ വാല്യൂ as is equal to root of T2. T2 എന്ന് പറയുമ്പോൾ നമുക്ക് 400 ഡിവിഷൻ ബൈ 100 ആയിട്ട് മാറിക്കഴിഞ്ഞു. അത് 2 ആയിട്ട് മാറി. And keep in mind that V2 take the value as 2 times of V1. It is very important one. അപ്പോൾ V2 എന്ന് പറയുന്നത് ഡബിൾ V1 ആയിട്ട് മാറിക്കഴിഞ്ഞു. ആൻഡ് വി ഗെറ്റ് ദ ചോയ്സ് as A. അപ്പോൾ ഈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട എസ്പെഷ്യലി പ്രഷറിന്റെ റിലേഷൻസ്, അതിന്റെ ഡിഫറെന്റ് കേസസ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഓർക്കണം. കാരണം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കേസസ് ആണ്. Now comes that CP, CV, വളരെ പ്രധാനപ്പെട്ട കേസസ് ആണ്. The values of CP and CV for a diatomic gas are respectively. അവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് മറന്നു പോകരുത്. എന്താണ് ഗാമ? അത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡവുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുക? എപ്പോഴും ഓർക്കുക, 1 + 2 ഡിവിഷൻ ബൈ F. ഇതാണ് ഫണ്ടമെന്റലി നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. അത് ഡയറ്റമിക് ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 5. അപ്പൊ നമുക്ക് ഗാമ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ഗാമ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 2 ഡിവിഷൻ ബൈ 5. സോ 5 + 2 by 5, ദാറ്റ് ഈസ് 7/5 ആണ് നമ്മുടെ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ആയിട്ട് കിട്ടുക. ഇത് കണ്ടാൽ നമുക്ക് CPയും CVയും കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. എങ്ങനെയാ നമുക്ക് CV കണ്ടുപിടിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ജസ്റ്റ് ഇത് കണ്ടായിരുന്നു അല്ലെ? എന്താണ്? R ഡിവിഷൻ ബൈ ഗാമ മൈനസ് 1. ഈ ഫോർമുല ഓർത്താൽ പിന്നെ CP കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. കാരണം നമുക്ക് ഗാമ എന്ന് പറയുന്നത് CP/CV ആണ്. അപ്പൊ സ്വാഭാവികപരമായിട്ടും CP നമുക്ക് എങ്ങനെ കിട്ടും? ഗാമ ടൈംസ് CV ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 7/5 ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് CV എങ്ങനെ കണ്ടുപിടിക്കാം?
R division by gamma, that is a 7 by 5 minus 1. So R division by 2 by 5. So that is equal to, simple ആയിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, 5 by 2R, that is CV. അങ്ങനെയാണെങ്കിൽ നമുക്ക് CP എങ്ങനെ കണ്ടുപിടിക്കാം? CP is equal to gamma times CV. ഗാമ നമ്മൾ ഓൾറെഡി 7 by 5 ആയിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ? CV എത്രയാണ്? 5 by 2 CV എന്ന് പറഞ്ഞാൽ 7 by 2 CV ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് 7 by 2. 5 by 2 R ആണ്. സോ 7 by 2 R ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെ വരുമ്പോൾ വാട്ട് ഈസ് ദ ആൻസർ ഫോർ ദ 10th one? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, വിച്ച് ഈസ് ദ കറക്റ്റ് വൺ? ES ദി ചോയ്സ്. അപ്പൊ ഈ നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ വാല്യൂ എന്താണ്? മോണോഅറ്റമിക്, എന്താണ് ഡയറ്റമിക്, എന്താണ് പോളിഅറ്റമിക് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. അതിന് ഗാമയുമായിട്ടുള്ള റിലേഷൻ എപ്പോഴും ഓർക്കണേ. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അറിയാമെങ്കിൽ ഗാമ ഈക്വൽ ടു 1 + 2/f ആണ്. എങ്കിൽ നമുക്ക് CV എങ്ങനെ കണ്ടുപിടിക്കാം? അതുവഴി CP യിലേക്ക് എങ്ങനെ മൂവ് ചെയ്യാം? അപ്പൊ ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, മറക്കരുത്. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ സിമ്പിൾ ആയിട്ട്, a polyatomic gas with n degrees of freedom has mean energy per molecule that is given by, come on quick, what is the answer? Come on what is your answer? എപ്പോഴും നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പെർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് അവന്റെ എനർജി എന്ന് പറയുന്നത് ഏത് മോളിക്യൂളിനും ഹാഫ് kT ആയിരിക്കും. ഇതാണ് പെർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ദാറ്റ് ഈസ് ദ ആക്ച്വലി ദാറ്റ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. അപ്പൊ ഇവിടെ n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുമ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? യെസ്, n kT by 2 ആണ് നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റുക. സോ വി ക്യാൻ സെലക്ട് ദ ആൻസർ ആസ് the choice. It is very important. So that is the law of equipartition. Keep in mind. So half kT per degrees of freedom. That is the aspect. Yes, very good, good. So we can move into the next one. Simple aittulla question. I need your answers. The mean free path for a gas with molecular diameter D and number density n can be expressed as. അപ്പൊ നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിലെ രണ്ട് കൊളിഷൻസിനിടയ്ക്കുള്ള അവന്റെ മൂവ്മെന്റ്, അപ്പൊ അത് ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? Come on, what is your choice? And keep in mind that the mean free path is proportional to 1 by, yes, that diameter square and the number density, the number of molecules per unit volume. That is a very important concept. And you can select the first choice as the answer. വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്. സിമ്പിൾ ആയിട്ട് കീമിനും നീറ്റിനും ഒക്കെ സ്ഥിരതയോടെ ചോദിക്കുന്ന ഒരു ആസ്പെക്ട് ആണ് ദാറ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇന്നത്തെ 12 പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു. യു ക്യാൻ റേറ്റ് മിനിമം ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഡൗട്ട് ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. സോ ഡിയർ വൺ, നമ്മുടെ അടുത്ത ദിവസത്തെ പ്രോഗ്രാമിനെ കുറിച്ച് മറന്നു പോകരുത്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് 2 topics, ഓസിലേഷൻസ് ആൻഡ് വേവ്സ്. അപ്പൊ അവിടെ ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം പ്ലീസ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ. നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മടിക്കരുതേ. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട നല്ല ഇൻഫർമേഷൻസ് അത് ഈ ഒരു ചാനലിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യന്റെ അപ്പുറത്തെ ഒരു ലെവലിലേക്ക് നമ്മുടെ കമ്മിങ് കീം എൻട്രൻസ് പോകത്തില്ല. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളായിട്ട് നിങ്ങൾക്ക് മാറും. അതുകൊണ്ട് തന്നെ ക്ലാസ്സസ് ഒരു കാരണവശാലും ആബ്സെന്റ് ആകാതെ, കാരണം ഈ പാൻഡമിക്കില് എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കിട്ടുന്നത് ഒരു പരിധിവരെ ഇല്ലാത്തൊരു സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു തരത്തില് ലൈവായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് തരിക എന്നുള്ള ഒരു ഉദ്യമം. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈശ്വരന്റെ അനുഗ്രഹത്തോടെ നമ്മൾ 5 ദിവസങ്ങൾ പൂർത്തീകരിച്ചു. നാളെ നമുക്ക് 6ാമത്തെ ദിവസം
നമ്മുടെ ഫസ്റ്റ് ഇയറിന്റെ അവസാന ദിവസമാണ്. റിയലി ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് ഒരു റിവിഷന് വേണ്ടി ഉപകരിക്കുന്നു എന്ന് എന്നോട് പലരും വിളിച്ചു പറഞ്ഞു, മെസ്സേജ് ചെയ്തു. ഒത്തിരി സന്തോഷമുണ്ട്. നമുക്കിത് മനോഹരമായിട്ട് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ ഒരു അപേക്ഷ, പ്ലീസ് ഷെയർ ദിസ് ചാനൽ ടു യുവർ ഫ്രണ്ട്സ്. then only it becomes more effective. അതിന്റെ ഒരു പ്രയോജനം എല്ലാ കുട്ടികളിലേക്കും എത്തുകയുള്ളൂ. So you can ask to me. Come on, please chat with me. ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കണേ. ഐക്കാർ എന്ന് പറയുന്ന മെഡിക്കൽ ഫീൽഡിലെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ എല്ലാ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിലുമുള്ള 15% ഓൾ ഇന്ത്യ കോട്ട ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ഒരു എക്സാമാണ് ഐക്കാർ. ആ ഐക്കാറിന്റെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവര് ചെയ്യുക. NTA തന്നെയാണ്, നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി തന്നെയാണ് അത് ചെയ്യുന്നത്. ഐക്കാർ UG എന്നാണ് അതിന് പറയുന്നത്, അണ്ടർ ഗ്രാജുവേറ്റ് പ്രോസസ്സ്. അപ്പൊ നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ 15% സീറ്റ് അത് നമ്മുടെ ഓൾ ഇന്ത്യ തലത്തിലാണ് ഫില്ല് ചെയ്യുന്നത്. അതിനുവേണ്ടി എടുക്കുന്ന എക്സാം ആണ് ഈ പറഞ്ഞ ഐക്കാർ. അത് ഓർക്കണേ. പല കോഴ്സസ് ഉണ്ട്. ഇപ്പൊ ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തന്നെ മെഡിക്കൽ കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ, നീറ്റ് ബേസ് ചെയ്തിട്ടൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളുമുണ്ട്. പക്ഷെ അതിലെല്ലാം 15% സീറ്റ് ഫില്ല് ചെയ്യുന്നത് ഈ എക്സാം പ്രകാരമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവര് മറന്നു പോകരുത്. യെസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് വൺ. കം ഓൺ പ്ലീസ്. 11th ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, ഫൈൻ. യെസ്, NKT by 2, that is a C as the choice. C as the choice. Okay, by mistake it is a D എന്നാണ് മാർക്ക്. Okay, NKT by 2. Yes, C as the answer. Very good. Very good, very good. Yes, come on. നമ്മുടെ കീമുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാവുന്നതാണ്. യെസ്, വെരി ഗുഡ്. ഓക്കെ ഡിയർ വൺ, സോ പ്ലീസ് നമ്മുടെ ചാനൽ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ take care. God bless you. Thank you.